നമ്മൾ പൊതുവേ കാണുന്ന ഒരു നല്ല ഗായകനാകണമെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക് ഒരു കമ്പൽസറി പോലെ നമ്മൾ കരുതുന്നുണ്ട്. അത് തെറ്റാണ്. അങ്ങനെ വേണമെന്നില്ല. വേണ്ട. പഠിച്ച ആൾക്കാർ കുറെ കൂടെ ടെക്നിക്കലായിട്ട് പോകും. അവർക്ക് അവരുടെ. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ നാച്ചുറൽ സിംഗേഴ്സാണ് ബെറ്റർ സിംഗേഴ്സ്. യെസ് എ ഗുഡ് സിംഗർ. യെസ് എ ഗുഡ് സിംഗർ, ബട്ട് ഹി ഹാസ് ഗോട്ട് മോർ ദാൻ എ ഗുഡ് സിംഗർ, ഹി ഹാസ് ഗോട്ട് എ ഗോൾഡൻ വോയിസ്. ആരോ പറഞ്ഞു, ജെറി പറഞ്ഞു ദാസേട്ടന് പെണ്ണുങ്ങളുടെ സ്വരമാണ്. ഇത് യേശുദാസ് കേട്ട് വിശ്വസിക്കാണ്. എന്നിട്ട് നവോദയ ബച്ചനും മാമാട്ടിക്കുട്ടിയമ്മയുടെ പടം എടുക്കാൻ പോയപ്പോൾ പറഞ്ഞു, അടുത്ത പടം ദാസ് പാടണം, ജെറിയാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ യേശുദാസ് പറഞ്ഞു, സാറിൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കാൻ ഞാൻ പാടില്ല ജെറി പറയുന്നത് എനിക്ക് പെണ്ണുങ്ങളുടെ വോയിസാണ്. അത് പണ്ടായിരുന്നു, ഇപ്പോഴല്ല. അത് ഈ മാമാട്ടിക്കുട്ടി അമ്മയുടെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ്. വെരി സിമ്പിൾ. ഞാനും പി ഭാസ്കർ മാസ്റ്ററിൻ്റെ സണ്ണിലോ ഒരു അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, ശശികുമാർ. ഹി വാസ് വർക്കിംഗ് ഫോർ ഹിന്ദു ന്യൂസ് പേപ്പർ. അപ്പോൾ എന്നെ ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസായ ശേഷം ഉടനെ എന്നെ വന്ന് അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ വി ആർ ടോക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പലതും പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, ദെർ വാസ് എ ടൈം, രാജാക്കന്മാരുടെയൊക്കെ കാലത്തുള്ള പാട്ടുകളൊക്കെ നല്ല വീരരസപ്രധാനമായ പാട്ടുകൾ, ഈ ടൈപ്പ്. അപ്പോൾ എൻ്റെ വീരരസം കൊണ്ട് നല്ല ഹെവി വോയിസ്, ഹൊന്നപ്പ ഭാഗവത്, ചിന്നപ്പ ഭാഗവത് അവരൊക്കെ പാടിയിരുന്നത്. അത് കഴിഞ്ഞ് ഈ സാധാരണക്കാരുടെ കഥ പറയാൻ തുടങ്ങിയപ്പോൾ ആ വീരരസം അങ്ങ് മാറിയിട്ട് എല്ലാം ഒരു റൊമാൻറ്റിക് ടച്ചിലേക്ക് വരുന്നു. അപ്പോൾ സുഹാനി രാത് ഢൽ ചുക്കി എന്നുള്ള പാട്ട് വന്നപ്പോൾ വീരരസം പോയിട്ട് ഇവിടെ റൊമാൻറ്റിക്കായി. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, വാട്ട് യു തിങ്ക്, ഇങ്ങനെ റൊമാൻറ്റിക് ശൈലിയിൽ പാടുമ്പോൾ അതിൻ്റെ അകത്ത് അല്പം എഫെമിനസി ഇല്ലേ? എഫെമിനസി എന്നുള്ളൊരു നൗൺ ഫോമാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഡെഫിനിഷൻ, റൊമാൻറ്റിസിസത്തിൻ്റെ ഡെഫിനിഷനിൽ എഫെമിനസി ഉണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ മന്നാട്, യേശുദാസ്, മുകേഷ് അവരൊക്കെ പാടുമ്പോൾ അവരുടെ വോയിസിലും ഒരു സ്ലൈറ്റ് എഫെമിനസി ഇല്ലേന്ന്. യെസ്, ഡെഫിനറ്റ്ലി. ബൈ ഡെഫിനിഷൻ ദർ ഇസ് എ സ്ലൈറ്റ് എഫെമിനറ്റ് ക്വാളിറ്റി അതിൻ്റെ അതുകൊണ്ട്. ഇങ്ങനെ പറഞ്ഞു. ആരോ പറഞ്ഞു, ജെറി പറഞ്ഞു ദാസേട്ടന് പെണ്ണുങ്ങളുടെ സ്വരമാണ്. ഇത് യേശുദാസ് കേട്ട് വിശ്വസിക്കാണ്. എന്നിട്ട് നവോദയ ബച്ചനും മാമാട്ടിക്കുട്ടിയമ്മയുടെ പടം എടുക്കാൻ പോയപ്പോൾ പറഞ്ഞു, അടുത്ത പടം ദാസ് പാടണം, ജെറിയാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ യേശുദാസ് പറഞ്ഞു, സാറിൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കാൻ ഞാൻ പാടില്ല ജെറി പറയുന്നത് എനിക്ക് പെണ്ണുങ്ങളുടെ വോയിസാണ്. അപ്പം ഞാൻ നവോദയ ബച്ചനോട് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞാൽ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ പള്ളിയിൽ പോയിട്ട് കർത്താവിനോട് പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞ് ആദ്യത്തെ ഫോൺ വെച്ചു. അടുത്ത ആഴ്ച വീണ്ടും വിളിച്ചു. അപ്പോൾ യേശുദാസ് പറഞ്ഞു, പാടാം, ഒരു കണ്ടീഷൻ, എല്ലാ റെക്കോർഡിങ്ങും ഒന്നാമത് ജെറി ഹാസ് ടു സൈൻ ആൻ അപ്പോളജി. ഞാനിങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനൊരു ബ്ലാങ്ക് ഷീറ്റ് തരാം, ഞാൻ ഇട്ട് തന്നേക്കാം, എന്തെങ്കിലും എഴുതിക്കുന്നു എന്ന് മതി. അപ്പച്ചൻ അക്സെപ്റ്റഡ് ദാറ്റ്. ആൻഡ് ദെർ വാസ് ഇൻ ദി ടൈംസ് ഓഫ് ഇന്ത്യ അല്ല, നമ്മുടെ എക്സ്പ്രസ്സിൽ എവിടെയോ ഒരു ചെറിയൊരു പുറകിലെ പേജിൽ ജെറി അപ്പോളജൈസസ് എന്ന് പറഞ്ഞതൊരു ചെറിയ ന്യൂസ് ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു, സിനിമാ പാട്ടെല്ലാം തരങ്കിണി സ്റ്റുഡിയോയിൽ ചെയ്യണം. അപ്പോൾ അന്ന് വരെ ആരും തരങ്കിണി സ്റ്റുഡിയോയിൽ സിനിമാ പാട്ടൊന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മദ്രാസിൽ നിന്നും മ്യൂസീഷ്യനെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ടാണ് ചെയ്യിച്ചിരിക്കുന്നത്. അപ്പോൾ നവോദയപ്പൻ പറഞ്ഞു, നമുക്ക് മദ്രാസിൽ നിന്ന് ആരെയും കൊണ്ടുവരാനൊന്നും പറ്റില്ല. അപ്പോൾ കൊണ്ടുവരുമ്പോൾ തന്നെ അവരുടെ യാത്ര ചിലവ്, താമസ ചിലവ്, പിന്നെ അവർ ഡബിൾ പേയ്മെൻറ്റാണ് ചോദിക്കുന്നത്. പിന്നെ ജാനകിയെയും കൊണ്ടുവരാൻ പറ്റില്ല, എന്ത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു, വി ക്യാൻ ട്രൈ. ഇവിടെയുള്ള മ്യൂസീഷ്യൻസ്, തിരുവനന്തപുരത്ത് ഒരു മ്യൂസീഷ്യൻസ് ഉണ്ടല്ലോ, എറണാകുളത്ത് നിന്നും കുറേ കൊണ്ടുവരാം, പിന്നെ തിരുവനന്തപുരത്ത് നല്ല പാട്ടുകാരുണ്ട്, വിൽ ഗിവ് ഇറ്റ് എ ഗോ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അന്ന് തന്നെ ആ പ്രോബ്ലം തീർന്നു. പക്ഷെ ആളുകളത് ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ടച്ച് എന്ന് വെച്ചാൽ ഡോണ്ട് തിങ്ക് ഞാനും യേശുദാസ് എല്ലാ ദിവസവും പോയി ഊണ് കഴിക്കുന്നൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സമയം ഇവിടെ വെറി യേശുദാസ് ഉണ്ടാവും,
He's living in the United States. He's not here. He comes and goes. Even if I want to go and see him, he has no time. And I'm also not that easily available. No? അതല്ല പോയിന്റ്. ദ പോയിന്റ് ഇസ് ദിസ്, യേശുദാസും ഞാനും കൂടി അന്ന് എല്ലാം പാട്ട് പറഞ്ഞു കൊടുത്ത് പാടി, അതുകൂടി തീർന്നു. ഈ കഴിഞ്ഞ ആക്ഷൻ ഹീറോ വരെ എൻ്റെ പാട്ട് ആരാ പാടിയിരിക്കുന്നു? 20 വർഷങ്ങൾക്ക് ശേഷം. അതെ. ബ്രേക്ക് എനിക്കറിഞ്ഞൂടാ. നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ എന്നെ വിളിച്ചില്ല എന്നൊരൊറ്റ ട്രൂത്തേ ഉള്ളൂ. ഞാനിവിടെ ഉണ്ടായിരുന്നു. ആളുകൾ പറഞ്ഞു ജെറി അമൽത്തെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ഇംഗ്ലണ്ടിൽ എവിടെയൊക്കെ ഇറങ്ങി അടയ്ക്കാണ്. അങ്ങനെയൊക്കെ ചില കിംവദന്തികളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞത് പ്ലക്കാർഡും പിടിച്ചിട്ട് ആശാന ഞാനിവിടെ ഉണ്ട് കേട്ടോ, എന്നെ മറക്കല്. അതില്ല. ഇല്ല, ഐ വാസ് impervious to all this. Nobody calls me, that's all. യേശുദാസിനുള്ള ഏറ്റവും നല്ല ഗുണം ആ വോയിസിൻ്റെ ക്വാളിറ്റിയാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പാട്ട് സൂക്ഷിച്ച് പഠിച്ചിട്ട് ആ വോയിസ് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ആകർഷണം ഉണ്ട്. ആദ്യം പറഞ്ഞപ്പോൾ റഫി സാബിന്റെ കാര്യമാണെങ്കിലും എസ്പിബിയുടെ കാര്യമാണെങ്കിലും അവരാരും ക്ലാസിക്കലി ട്രെയിൻഡ് അല്ല. അതൊരു നമ്മൾ പൊതുവേ കാണുന്ന ഒരു നല്ല ഗായകനാകണമെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക് ഒരു കമ്പൽസറി പോലെ നമ്മൾ കരുതുന്നുണ്ട്. അത് തെറ്റാണ്. അങ്ങനെ വേണമെന്നില്ല. വേണ്ട. നാച്ചുറൽ സിംഗിങ് ആണ് നമ്പർ 1. അതിനുശേഷം ക്ലാസിക്കൽ പഠിച്ചാൽ കുറച്ചും കൂടി പാട്ട് പഠിച്ചെടുക്കാൻ കുറച്ചും കൂടി എന്താ പറയുക ഈസി ആയിരിക്കും. സ്വരങ്ങൾ പറഞ്ഞു കൊടുക്കാമല്ലോ ആക്യുറസിക്ക് വേണ്ടി. ഇപ്പോൾ പമ പമ ഗ എന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ മേല. നല്ല പാട്ടുകാരനാണെങ്കിൽ പറഞ്ഞു കൊടുക്കാതെ ഞാൻ പഠിച്ചോ. ടെക്നിക്കലായിട്ട് പോകും. അവർക്ക് അവരുടെ. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ നാച്ചുറൽ സിംഗേഴ്സാണ് ബെറ്റർ സിംഗേഴ്സ്. അല്ല, എൻ്റെ കാലഘട്ടത്തിൽ പുതിയ ആളെ കൊണ്ടുവരുന്ന സാധ്യമല്ലായിരുന്നു. യേശുദാസ് ഇല്ലാതെ വേറെ പാട്ടുകാരില്ലെന്നുള്ള ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ മലയാളികൾക്ക് ഇപ്പോഴും ഉണ്ട്. ഒബ്സഷനാണ്. സോ അതിൽ കയറി നമ്മൾ കൈയിട്ട് വാരിയിട്ട് കാര്യമില്ല. ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ അലോങ് വിത്ത് ദി ഫ്ലോ. Yes, that's a good singer. That's a good singer, but he has got more than a good singer. He has got a golden voice. നമ്മൾ യേശുദാസുമായിട്ട് നേരിട്ട് വർത്താനം പറയുമ്പോൾ ഹിസ് വോയിസ് ഇസ് ലൈക്ക് അവർ വോയിസ്, നത്തിങ് സ്പെഷ്യൽ. പക്ഷേ ഇദ്ദേഹം ഈ മൈക്കിൻ്റെ മുമ്പിൽ പോയി അദ്ദേഹത്തിൻ്റെ സ്വരം മൈക്ക് കൂടി കയറി ആംപ്ലിഫയറിൽ കൂടി സ്പീക്കറിൽ വരുമ്പോൾ അതിനൊരു ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. ഒരു ക്രിസ്റ്റൽ ക്വാളിറ്റി, ഒരു നല്ല ബോഡി. നമ്മൾ സാധാരണ നേരിട്ട് കേൾക്കുന്നതിൽ കവിഞ്ഞ് എന്തൊരു പ്രത്യേകത വന്നു ചേരും. പിന്നെ അത് നല്ലൊരു വേഴ്സറ്റൈൽ റേഞ്ചുണ്ട്. താഴത്തേക്കും പോവാം, മുകളിലേക്കും പോവാം. അന്നത്തെ നായകർക്ക് അവർ പാടുന്ന പോലെ തന്നെ തോന്നും. അത് എങ്ങനെ ഓരോ നായകർക്കും അതിനു വേണ്ടി പാടുമ്പോൾ മധു പാടുന്ന പോലെ തോന്നുന്നു. അത് സിനിമയുടെ കളിയാണ് സാർ. ഇറ്റ്സ് ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങനെയൊന്നുമില്ല. യേശുദാസ് അങ്ങനെ പാടുന്നു, അല്ലാതെ നമ്മൾ ഇങ്ങനെ നമ്മുടെ മനസ്സങ്ങ് കൽപ്പിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മുകേഷ്, രാജ് കപൂറിന് മുകേഷ് പാടിയിരുന്നു. അപ്പോൾ രാജ് കപൂറിൻ്റെ പെർഫെക്റ്റ് മാച്ചാണെന്ന് എല്ലാവരും പറയുമായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അതിനുശേഷം നമ്മുടെ മനസ്സിലുള്ള ഒരു സിനിമ പാട്ടാണ് 1000 കണ്ണുമായി എന്നുള്ളൊരു. ആ പാട്ടിൻ്റെ ഒരു പിറവി എങ്ങനെയായിരുന്നു? വെരി സിമ്പിൾ. ഞങ്ങളെ, അതായത് എന്നെയും പിച്ചു തിരുമലയും കൂടി ഒരു ബ്രദേഴ്സ് ഹോട്ടലുണ്ട് അവിടെ ആലപ്പുഴയിൽ. അവിടെ ഒരു മുറിയിൽ കയറ്റിയിരുത്തിയിട്ട് ഫാസിലി കഥ പറഞ്ഞു, അമ്മുമ്മയുടെയും കൊച്ചുമകളുടെയും കഥ. എന്നിട്ട് പറഞ്ഞു, ഇത് അമ്മുമ്മയും കൊച്ചുമകളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് പറ്റിയൊരു മൂഡ്, ഒരു കാത്തിരിപ്പ്. പിന്നെ ഇത് ഹാപ്പി ആയിട്ട് പാടണം, പിന്നീട് ഇത് സാഡായിട്ടും പാടണം. അതുകൂടാതെ ഈ പാട്ട് കേട്ടാൽ സാധാരണക്കാർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരണം. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് നോസ്റ്റാൾജിയ എന്നൊരു വാക്കാണ്. എത്രയും പറഞ്ഞിട്ട് ഫാസിൽ സ്ഥലം വിട്ടു. ഞാനും ബെച്ചും കൂടി അവിടെ ഇരുന്ന് എന്ത് ചെയ്യാനെന്ന് അറിഞ്ഞുകൂടല്ലോ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അവിടെ മേശപ്പുറത്തൊരു പുസ്തകം ഉണ്ടായിരുന്നു. അത് അറിയാതെ ബിച്ചുവിൻ്റെ കൈമുട്ടി. ഒരു തടിയൻ പുസ്തകം. നോക്കിയപ്പോഴാണ്
ചങ്ങമ്പുഴയുടെ കൃതികൾ. ആ മുറിയിൽ ആ പുസ്തകം അവിടെ വരേണ്ട ഒരു കാര്യമില്ല, എവിടെ നിന്ന് വന്നതാവും. അപ്പോൾ അദ്ദേഹം അത് തുറന്ന് നോക്കിയപ്പോൾ ചങ്ങമ്പുഴയുടെ പാട്ടുകൾ. ഓഹോ, ഇപ്പോൾ ചങ്ങമ്പുഴ പദ്യവും എഴുതിയിട്ടുണ്ട്, പാട്ടും എഴുതിയിട്ടുണ്ട്. അപ്പോൾ പാട്ടെന്ന് പറയുമ്പോൾ കവിത വേണം, പക്ഷേ കുറേ കൂടി ഗ്യാപ്പിട്ടൊക്കെ എഴുതണം. മറ്റേത് വൃത്തബദ്ധമാണല്ലോ. അപ്പോൾ ബിച്ചു പറഞ്ഞു പാട്ടുകളിൽ നോക്കാം. നോക്കിയേ പണ്ടടാ, ശ്യാമളേ ശ്യാമളേ സംതിങ് സംതിങ് ശ്യാമളേ. ബിച്ചു പറഞ്ഞു ഇവിടെ നമ്മുടെ ചങ്ങമ്പുഴ സാറിന് എന്തോ ഒരു നോസ്റ്റാൾജിയ ഉള്ളതുപോലെ തോന്നും, ശ്യാമള. അപ്പോൾ ബിച്ചു തന്നെ എനിക്കൊന്ന് ഇങ്ങനെ മൂളി തന്നു, ശ്യാമളേ. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല പോകാണല്ലോ. ശ്യാമളേ ശ്യാമളേ നീ ശ്യാമളേ. അപ്പോൾ ബിച്ചു ശ്യാമള വേണ്ട, ശ്യാമള നമുക്ക് വേണ്ട, നമുക്കിപ്പോൾ വേണ്ടത് അമ്മുമ്മയും കൊച്ചുമകളുടെയും കഥയാണ്. അപ്പോൾ തന്നെ എഴുതി 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ. അങ്ങനെയാണ് പാട്ടുള്ളത്.